നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ ഭാഗമായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രിയെ അമേരിക്കയിലെ ഓസ്ട്രേലിയൻ അംബാസിഡർ കെവിൻ ട്രെഡാണ് സ്വീകരിച്ചത്. ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി, ആക്കസ് ഉടമ്പടി, അപൂർവ ധാതുക്കൾ എന്നിവയാകും ചർച്ചയ്ക്കിടയിലെ പ്രധാന വിഷയങ്ങൾ. രണ്ടാം തവണ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. ചൈനയുടെ സൈനിക ജെറ്റ് നീക്കങ്ങളെ അപലപിച്ച് ഓസ്ട്രേലിയ. ദക്ഷിണ ചൈന കടലിനു മുകളിലൂടെ പറന്ന ഓസ്ട്രേലിയയുടെ പട്രോളിംഗ് ജെറ്റിന് സമീപത്തായി ചൈനീസ് സൈനിക വിമാനം തീജ്വാലകൾ പുറപ്പെടുവിച്ചതായി ഓസ്ട്രേലിയ ആരോപിച്ചു. സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായ ഈ നീക്കത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ സർക്കാർ ബീജിംഗിനോട് ആശങ്ക പ്രകടിപ്പിച്ചതായി പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഞായറാഴ്ചത്തെ ഏറ്റുമുട്ടലിന് ശേഷം ഓസ്ട്രേലിയയുടെ P-8A വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ജീവനക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതായും മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഓസ്ട്രേലിയൻ ജെറ്റ് ചൈനയുടെ വ്യോമാതിർത്തിയിലേക്ക് നിയമവിരുദ്ധമായി കടന്നുകയറിയെന്നാണ് ചൈനീസ് സൈനിക വക്താവ് നൽകുന്ന വിശദീകരണം. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഖനന നഗരത്തിന് സമീപം തീപിടിച്ച നിലയിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചൈനീസ് റോക്കറ്റിൽ നിന്നുള്ളതാണെന്ന് ഇവയെന്നാണ് സംശയം. ശനിയാഴ്ച ന്യൂമാനിനടുത്തുള്ള ഖനി സ്ഥലത്തിനടുത്തുള്ള റോഡിൽ കാർബൺ ഫൈബർ കൊണ്ട് നിർമ്മിച്ച കത്തുന്ന വസ്തു കണ്ടെത്തുകയായിരുന്നു. സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ചൈനീസ് റോക്കറ്റിന്റെ ഭാഗമാണിതെന്നാണ് പ്രമുഖ ബഹിരാകാശ പുരാവസ്തു ഗവേഷകർ നൽകുന്ന സൂചന. ഖനി തൊഴിലാളികളാണ് ഇവ ആദ്യം കണ്ടെടുത്തത്. ഇതേപറ്റിയുള്ള അന്വേഷണം വിദഗ്ധ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയ പോലീസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. തെക്കുകിഴക്കൻ ടാസ്മാനിയയിൽ കാട്ടുതീ അടിയന്തര മുന്നറിയിപ്പ് നൽകി. ടാസ്മാനിയയിലെ ന്യൂജിനിൽ തീ പടരുന്ന സാഹചര്യത്തിലാണ് കാട്ടുതീ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ രൂക്ഷമായാൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും താമസക്കാരോട് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീ പടരുന്നതിനാൽ പ്രദേശത്ത് കനത്ത പുക ഉണ്ടാകുമെന്നും കൂടാതെ തങ്ങളുടെ ചുറ്റുപാടും തീപിടുത്തത്തിന് കാരണമായേക്കാവുന്ന തീജ്വാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗോൾഡ് കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ വിപുലമായി ആഘോഷിച്ചു. CP സാജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം നടനും സംവിധായകനുമായ ജോയ് കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അജയ് കെ കുര്യാക്കോസ്, ഡോക്ടർ പ്രതിഭ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ സെമിനാർ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി. പ്രായമായ ആളുകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും മറ്റു നിർദ്ദേശങ്ങളും സെമിനാറിൽ അവതരിപ്പിച്ചു. ഒക്ടോബർ 18-19 തീയതികളിലായി സിഡ്നിയിൽ നടന്ന നവോദയ ഓസ്ട്രേലിയയുടെ ദേശീയ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടന പുതിയ സെൻട്രൽ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സജീവ് കുമാറും സെക്രട്ടറിയായി രാഹുലും പുതിയ സ്ഥാനമേൽക്കും. മാത്യു ജേക്കബാണ് ട്രഷറർ. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 23 പേരടങ്ങുന്ന സംഘമാണ് പുതിയ ഭാരവാഹികൾ. APG ഡാൻഡനോങ് ക്ലബിന്റെ 4th ആനുവൽ മൾട്ടികൾച്ചറൽ സെവൻസ് ടൂർണമെന്റ് ഒക്ടോബർ 25-ന് നടക്കും. നോബൽ പാർക്ക് റോസ് റിസർവ് സോക്കർ പിച്ചിലാണ് മത്സരങ്ങൾ നടക്കുക. 12 ടീമുകൾ മത്സരത്തിനായി കളത്തിലിറങ്ങുമ്പോൾ കപ്പ് ഉയർത്തുന്നവരെ കാത്തിരിക്കുന്നത് $3000 ക്യാഷ് പ്രൈസാണ്. റണ്ണേഴ്സ് അപ്പ് ആകുന്നവർക്ക് $750 ക്യാഷ് പ്രൈസും ലഭിക്കും. വുമൻസ് 2nd ആനുവൽ ടൂർണമെന്റും മത്സരത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കൂടാതെ മെൽബൺ സ്റ്റോഴ്സ് നയിക്കുന്ന ചെണ്ടമേളം, കോക്കോ ബീറ്റ്സ് ഒരുക്കുന്ന സംഗീത പരിപാടിയും ഇതോടൊപ്പം നടക്കും. RSSനെതിരെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല വിഷയം വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർ ആക്രമിക്കപ്പെട്ടത് CPIM-കാരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കോൺഗ്രസ് RSS ലീഗ് പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാനാണ് അവരുടെ നീക്കമെന്നും എന്നാൽ അത് നടപ്പാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് SIT. ഇന്നലെ രാവിലെ ഇഞ്ചക്കലിലെ ഓഫീസിലേക്ക് ഇയാളെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയായിരുന്നു. പോറ്റിക്ക് പകരം 2019 ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് ആദ്യം ബാംഗ്ലൂരിലേക്കും പിന്നീട് ഹൈദരാബാദിൽ വെച്ച് പാളികൾ നാഗേഷിന് കൈമാറിയത് അനന്ത സുബ്രഹ്മണ്യമാണ്. ദേവസ്വം രജിസ്റ്ററിലടക്കം ഒപ്പിട്ടത് ഇയാളാണെന്ന് വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുത്ത പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട 13 പേർക്ക് പരിക്ക്. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ താലൂക്ക് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു അപകടം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിയുടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.